തീരുവ തർക്കം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി ഒരു വ്യാപാര ചർച്ചയ്ക്കും ഇല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രമുഖ US റീറ്റെയിൽ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിവെച്ചു. അതേസമയം ഇന്ത്യയെ പിന്തുണച്ച് ബ്രിക്സ് രാജ്യങ്ങൾ രംഗത്തെത്തി. അതേസമയം US താരിഫ് വർധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യക്കുമേൽ 50% താരിഫ് ഓഗസ്റ്റ് 27 നിലവിൽ വരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. തീരുവ തർക്കം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി ഒരു വ്യാപാര ചർച്ചയ്ക്കുമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ട്രംപ്. അതേസമയം വാൾമാർട്ട്, ആമസോൺ, ടാർജറ്റ് തുടങ്ങിയ പ്രമുഖ US റീറ്റെയിൽ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ഓർഡറുകൾ നിർത്തിവെച്ചു. എന്ത് വില കൊടുത്തും രാജ്യതാൽപര്യങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് പിന്തുണയുമായി ബ്രിക്സ് രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. തീരുവകളുടെ ദുരുപയോഗമെന്നാണ് ചൈന ആരോപിച്ചത്. ഇതിന് പിന്നാലെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസിൽവ മോദിയെ വിളിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് ഉറപ്പു നൽകി. ട്രംപിന്റെ പ്രഖ്യാപനം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക ഞെരുക്കത്തേക്കാൾ വലുതായിരിക്കും നിലവിലെ താരിഫ് യുദ്ധത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കോവിഡ് ഉണ്ടാക്കിയ ഇക്കണോമിക് ഇമ്പാക്റ്റിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഇപ്പോഴത്തെ ട്രേഡ് വാർ ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായം പറഞ്ഞു. അന്നേരം ഈ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അനൗൺസ്മെൻറ്റുകൾ വരുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറവിൽ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ബാർഗെയിനിങ് ഇതിപ്പം പല ഇംഗ്ലീഷ് പത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞേക്കുന്ന ഒരു ബുള്ളിങ് ആണ്, ഒരു വിരട്ടലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. ബുള്ളിങ് പ്രോസസ്സാണ്.